ഹായ് ഓൾ, ഇന്ന് നമ്മൾ മണിമാലയാണ് വരയ്ക്കാൻ പഠിക്കുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് ഈ മണിമാല. ഇത് വരയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, വരയ്ക്കുന്ന ഡിസൈന് മുകളിൽ റാ പോലെയുള്ള ഷേപ്പ്, മുകളിൽ ചെറിയൊരു ഗ്യാപ്പേ പാടുള്ളൂ. താഴത്തെ കുനിപ്പ് ടിയർ ഡ്രോപ്പ് പോലെയുള്ളത് കറക്റ്റ് സർക്കിൾ പോലെ വരണം. ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ തീരെ വരയ്ക്കാൻ അറിയാത്ത ഒരാൾക്ക് പോലും വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഡിസൈനാണ് ഈ മണിമാല. ഹാൻഡ് ബാലൻസിന് വേണ്ടി നമ്മളിത് ഉപയോഗിക്കാം. ഇനി നമ്മൾ ബ്രഷ് ബാലൻസിന് വേണ്ടിയിട്ട് ലൈനർ ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹാൻഡ് ബാലൻസിങ്, ബ്രഷിൻ്റെ ബാലൻസിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റും. മ്യൂറൽ പെയിൻറ്റിങ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ വരയ്ക്കാൻ തീരെ അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഹാൻഡ് ബാലൻസിങ് എങ്ങനെ ചെയ്യാം, എങ്ങനെ വരയ്ക്കാം, ബേസിക് തൊട്ടിട്ട് വരയ്ക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. 2 കൊല്ലമായി ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തറിയാവോ അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.